നമസ്കാരം, നമ്മളിന്ന് കുക്ക് ചെയ്യാൻ വന്ന ബൺ ടർക്കി. ടർക്കിയെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി അടുപ്പ് സെറ്റാക്കാം. നമ്മളങ്ങനെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാവേ. ഈ ടർക്കി ഇറക്കി കൊടുക്കാവേ. നമ്മൾ 2 ടർക്കിയാണ് എടുത്തേക്കുന്നത്. നമുക്കിനി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടാമേ. നമ്മൾ യൂസ് ചെയ്യുന്ന മസാല എല്ലാം ന്യൂഡേ സ്പൈസസിൻ്റെയാണ്. നമ്മളിത് യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ജെന്യുവൻ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ ന്യൂഡേ സ്പൈസസിൻ്റെ യൂസ് ചെയ്യുന്നത്. ആവശ്യത്തിന് ഉപ്പേ, അല്പം കുരുമുളക് പൊടി ഇടാമേ. ഫസ്റ്റ് ട്രിപ്പ് മസാല നമ്മൾ വെള്ളത്തിനകത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു 4 വിസിലാകുന്നതിന് വരെ നമുക്ക് അടച്ചു വയ്ക്കാവേ. അങ്ങനെ നമ്മുടെ ടർക്കി കോഴി സെറ്റായിട്ടുണ്ട്. നമ്മൾ 2 വിസിലോട് ആദ്യത്തെ അടിച്ചാൽ നമുക്ക് മാറ്റി നോക്കട്ടെ എങ്ങനെയുള്ളത്. നല്ല രീതിക്ക് വെന്തിട്ടുണ്ട്. നമുക്കിനി അടുത്ത വേറൊരു പരിപാടിയുണ്ട്. നമ്മുടെ ടർക്കി ഇത് കണ്ടില്ലേ, നമ്മൾ ആദ്യത്തെ എക്സ്ട്രാ വിസിൽ വെച്ചുകൊണ്ട് തന്നെ നല്ല രീതിക്ക് വെന്തിട്ടുണ്ട്. വേണ്ടേ, നമ്മൾ ഇറച്ചി ഇങ്ങനെ ഇളക്കിയെടുക്കാണ്ടുള്ള പ്ലാനിങ്ങിലാണ്. ജസ്റ്റ് ഒന്ന് തണുത്തോട്ടെ, അതിനുശേഷം നമുക്ക് നോക്കാം. നല്ല രീതിക്ക് വെന്തിട്ടുണ്ട്. സ്പൂൺ കൊണ്ട് തന്നെ വേണ്ടേ ഇളകി വരുന്നുണ്ട്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളിതിനെ അടത്തിയിട്ട് നമ്മുടെ ഇതുകൊണ്ടോ നല്ല രീതിക്ക് എല്ലൊക്കെ തന്നെ ഊരിങ്ങ് വരിക. നമ്മളിനി ഇതിൻ്റെ അകത്ത് നമ്മളിതിൻ്റെ ദശ മാത്രമായിട്ട് നമ്മൾ സെപ്പറേറ്റ് എടുക്കാണ്ട് പോകണം. അതാണ് നമ്മുടെ പ്ലാൻ. നമ്മളങ്ങനെ എല്ലിൻ്റെ അകത്ത് ഇറച്ചി സെപ്പറേറ്റ് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ടി ഇത്ര ഇറച്ചിയാണ് കിട്ടിയേക്കുന്നത്. നമുക്കിനി മസാല റെഡിയാക്കാം. അപ്പോൾ മസാലയ്ക്ക് വേണ്ടി ആദ്യം ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിനി അതിൻ്റെ അകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിക്കാവേ. നമ്മുടെ എണ്ണ എങ്ങനെ തിളച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി, സവാള, ആവശ്യത്തിന് ഉപ്പ്, നമ്മുടെ സവാള എങ്ങനെ വഴണ്ട് വന്ന് നമുക്കിനി അടുത്തായിട്ട് തക്കാളി ഇടാവേ. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് അരിഞ്ഞത് ഇടാം. കാശ്മീരി ചില്ലി 2 ടീസ്പൂൺ. അടുത്ത നമ്മൾ മല്ലിപ്പൊടി ആഡ് ചെയ്യുകയാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന ന്യൂഡേ സ്പൈസസിൻ്റെ പ്രോഡക്റ്റാണ്. നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഇത് മേടിച്ച് കടകളിൽ നിന്ന് മേടിച്ച് ട്രൈ ചെയ്യുക. നല്ല പ്രോഡക്റ്റാണ്. ഇതിനകത്തോടെ നമുക്ക് കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്യാമേ. നമ്മുടെ മസാലയ്ക്കകത്തോടെ നമുക്ക് കുറച്ച് ടർക്കി വേവിച്ച വെള്ളം ഒഴിക്കാമേ. ഇളക്കിക്കുക. മസാല എങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്തോട്ട് നമ്മൾ അടർത്തിയെടുത്ത ടർക്കി ആഡ് ചെയ്യാം. ഇളക്കിക്കോ. നമ്മുടെ ബൺ ടർക്കിയുടെ അവസാനത്തെ സ്റ്റേജിലോട്ട് എത്തിയിരിക്കുകയാണ്. ടർക്കി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്തോട്ട് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യാമേ. ഇളക്കിക്കുക. അങ്ങനെ നമ്മുടെ ബൺ ടർക്കി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ടർക്കിയൊക്കെ നല്ല രീതിക്ക് നമ്മൾ കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബണ്ണിൻ്റെ അകത്തോട്ട് നമുക്ക് ഫസ്റ്റ് ഒരു ലെയറായിട്ട് നമ്മുടെ ടർക്കി വയ്ക്കാം. ടർക്കിയൊക്കെ ആക്ച്വലി നമ്മൾ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. അതിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് മയോണൈസ്, എണ്ണ ഉണ്ടോന്ന് നോക്കട്ടെ കഴിച്ചേ. ആ ടർക്കിയുടെ ടേസ്റ്റ് നല്ല രീതിക്ക് അറിയുന്നുണ്ട്. കഴിച്ചു നോക്കിയാൽ നല്ല സാധനം. എങ്ങനെയുണ്ട് സാധനം? മീറ്റ് അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ട്. അത് എടുത്തറിയുന്നുണ്ടല്ലേ മീറ്റ് കുക്ക് നല്ല രീതിക്ക്. എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട്? ആദ്യമായിട്ടല്ലേ ടർക്കി കഴിക്കുന്നത്? നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ ബൺ ടർക്കി അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും പറ്റുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ഫോളോ സപ്പോർട്ട്. ഇനി അടിപൊളി വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും.